This is lecture 5 of module 6, two-stage digestion. While treating sewage on a large scale, two-stage digestion of sludge is generally adopted instead of a single-stage digestion. But large scale നമ്മൾ sewage treat ചെയ്യണമെങ്കിൽ two-stage digestion ആണ് adopt ചെയ്യണത് instead of single-stage digestion. Then in two-stage digestion, two digestion tanks called primary and secondary digesters are used. But two-stage digestion എന്ന് പറയുമ്പോൾ രണ്ട് digester use ചെയ്യും, primaryയും secondary. But sludge is first admitted into the primary digestion tank and is kept there for a period of about 7 to 10 days. ആദ്യം സ്ലഡ്ജിനെ പ്രൈമറി ഡൈജഷൻ ടാങ്കിലോട്ട് അഡ്മിറ്റ് ചെയ്യുക, എന്നിട്ട് അതൊരു 7 to 10 ഡേയ്സ് ആ പ്രൈമറി ഡൈജഷൻ ടാങ്കിലേക്ക് കെപ്റ്റ് ചെയ്യുക. അപ്പോൾ ഡൈജഷൻ ടേക്സ് പ്ലേസ് ആൻഡ് പ്രൊഡ്യൂസ് ഗ്യാസ്, ആൻഡ് ദ ഗ്യാസ് produced is collected in this unit, and the partly digested sludge and the supernatant liquor from this primary digester are then transferred to the secondary digestion tank where they are kept for a period of about 20 days. ഇപ്പോൾ പ്രൈമറി ഡൈജഷൻ ടാങ്കിൽ നിന്നുള്ള സൂപ്പർനേറ്റൻ ലിക്കറും അതുപോലെ പാർഷ്യലായിട്ട് ഡൈജസ്റ്റ് ചെയ്ത സ്ലഡ്ജിനെ സെക്കൻഡറി ഡൈജസ്റ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ആൻഡ് അതിന് ആ സെക്കൻഡറി ഡൈജസ്റ്ററിൽ 20 ഡേയ്സ് നമ്മൾ ഇതിനെ കെപ്റ്റ് ചെയ്യുക. The digested sludge and the supernatant liquor from the secondary digester are then finally removed and disposed of suitably in a sanitary manner. അപ്പോൾ ഇത്ര ടു സ്റ്റേജ് ഡൈജഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ടു സ്റ്റേജ് ഡൈജഷനിൽ രണ്ട് ഡൈജസ്റ്റർ ഉണ്ട്, പ്രൈമറി ആൻഡ് സെക്കൻഡറി. ആദ്യം സ്ലഡ്ജ് പ്രൈമറി ഡൈജസ്റ്ററിലോട്ട് അഡ്മിറ്റ് ചെയ്യും, എന്നിട്ട് അവിടെ വന്ന് പാർട്ട്ലി ഡൈജസ്റ്റഡ് സ്ലഡ്ജും അതിനകത്തുള്ള സൂപ്പർനേറ്റൻ ലിക്കറും കൂടെ സെക്കൻഡ് സ്റ്റേജ് ഡൈജസ്റ്ററിലോട്ട് വരും, അവിടെ 20 ഡേയ്സ് കീപ്പ് ചെയ്യാം. Then the advantages of this two-stage digestion compared to single-stage digestion. But two-stage digestion is an effective method of preventing any tendency for the sludge to short circuit as may happen in a single-stage digester. And the quality of the supernatant liquor produced is therefore of much better quality. ഇപ്പോൾ ടു സ്റ്റേജ് ഡൈജസ്റ്ററിലാണെങ്കിൽ ഇഫക്റ്റീവ് മെത്തേഡ് ആണ്, അപ്പോൾ അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് മറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ആണ്. ആൻഡ് only the primary digester is provided with heating, stirring, gas collection arrangements, while the secondary unit merely acts as a closed settling tank so as to produce clear supernatant liquor, thus affecting economy in construction. Primary digester tankil അപ്പോൾ ഹീറ്റിംഗ്, സ്റ്റിറിങ്, ഗ്യാസ് കളക്ഷൻ അറേഞ്ച്മെന്റ് എല്ലാം പ്രൈമറി ഡൈജസ്റ്ററിൽ പ്രൊവൈഡ് ചെയ്യുക. പക്ഷെ സെക്കൻഡറി യൂണിറ്റ് അല്ലെങ്കിൽ സെക്കൻഡറി ഡൈജസ്റ്ററിൽ എന്ന് പറയുമ്പോൾ ഒരു ക്ലോസ്ഡ് സെറ്റ്ലിംഗ് ടാങ്ക് ആയിട്ട് മാത്രം, അതിനകത്ത് ഗ്യാസ് കളക്ഷൻ അറേഞ്ച്മെന്റ് ഒന്നുമേ ഇല്ല. അപ്പൊ അവിടെ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്തോ ക്ലിയർ സൂപ്പർനേറ്റൻ ലിക്കർ പ്രൊഡ്യൂസ് ചെയ്യും. Then third advantage, two-stage digestion offers the freedom from large scum formations in any of the digestion tank. ഇപ്പൊ നേരത്തെ പറഞ്ഞ നമ്മൾ ആ വീഡിയോക്കകത്ത് ഇപ്പൊ ടോപ്പിൽ ഒരു സ്കം ലെയർ, സ്ലഡ്ജ് ഡൈജഷൻ ടാങ്കിൽ ടോപ്പിൽ ഒരു സ്കം ലെയർ ഫോം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ഈ ടു സ്റ്റേജ് ഡൈജഷൻ ആണെങ്കിൽ ഇറ്റ് ഓഫേഴ്സ് ദ ഫ്രീഡം ഫ്രം ലാർജ് സ്കം ഫോർമേഷൻസ് ഇൻ എനി ഓഫ് ദ ഡൈജഷൻ ടാങ്ക്. Then it has been estimated that the total cost with the two-stage digestion may be less than that for two tanks operated in parallel. അപ്പോൾ two-stage digestion ആണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് നോക്കാം. ഇപ്പം ഒരു രണ്ട് ടാങ്ക് പാരലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ഒരു ടു സ്റ്റേജ് ഡൈജഷൻ ടാങ്കും പ്രൊവൈഡ് ചെയ്താൽ ടോട്ടൽ കോസ്റ്റ് വിത്ത് ടു സ്റ്റേജ് ഡൈജഷൻ മേ ബി ലെസ് than that for two tanks operated in parallel.
Then disposal of digested sludge. അപ്പോൾ ഈ ഡൈജസ്റ്റ് ചെയ്ത സ്ലഡ്ജിനെ എങ്ങനെ ഡിസ്പോസ് ചെയ്യാം? അപ്പോൾ the digested sludge from the digestion tank contains a lot of water and is therefore first of all dewatered or dried up before further disposal either by burning or by dumping. അപ്പോൾ ശരിക്കും ഡിസ്പോസൽ എന്ന് പറയുമ്പോഴത്തേക്ക് ആ സ്ലഡ്ജ് എന്ന് പറഞ്ഞാൽ മോയ്സ്ചർ കണ്ടന്റ് കൂടുതലാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിനെ ഡീവാട്ടേർഡ് ഓർ ഡ്രൈ ചെയ്ത് നമ്മൾ ഡ്രൈ ചെയ്തതിന് ശേഷം ഇതിനെ ഒന്നിൽ ബേൺ ചെയ്യാം അല്ലെങ്കിൽ ഡംപ് ചെയ്യാം. In India, the water of sludge is removed by drying the sludge on drying beds. Whereas in Western countries, dewatering is generally done by vacuum filters or by using high-speed centrifuges. അപ്പോൾ ഇന്ത്യൻ കണ്ടീഷനിലാണെങ്കിൽ നമ്മൾ ഈ സ്ലഡ്ജിലെ വാട്ടർ റിമൂവ് ചെയ്യുന്നതിന് സ്ലഡ്ജ് ഡ്രൈയിങ് ബെഡ് യൂസ് ചെയ്യാം. പക്ഷെ വെസ്റ്റേൺ കൺട്രീസിലാണെങ്കിൽ വാക്യൂം ഫിൽറ്റേഴ്സോ അല്ലെങ്കിൽ ഹൈ സ്പീഡ് സെൻട്രിഫ്യൂജോ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഇനി നമ്മുടെ ഇന്ത്യൻ കണ്ടീഷനിൽ പറഞ്ഞ സ്ലഡ്ജ് ഡ്രൈയിങ് ബെഡ്. അപ്പോൾ ഡീവാട്ടറിങ് അല്ല ഡ്രൈയിങ് ആൻഡ് ഡിസ്പോസൽ ഓഫ് സ്ലഡ്ജ് ബൈ സ്ലഡ്ജ് ഡ്രൈയിങ് ബെഡ്സ്. ഇപ്പൊ സ്ലഡ്ജ് ഡ്രൈയിങ് ബെഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഡ്രൈയിങ് ഓഫ് ദ digested sludge on open beds of land is quite suitable for hot countries like India. അപ്പോൾ സ്ലഡ്ജ് ഡ്രൈയിങ് ബെഡ് ഹോട്ട് കൺട്രീസ് ആണെങ്കിൽ മാത്രമേ സ്ലഡ്ജ് ഡ്രൈയിങ് ബെഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. But drying of the digested sludge on open beds of land is quite suitable for hot countries like India. The sludge drying beds are open beds of land 45 to 60 centimeter deep and consisting of about 30 to 45 centimeter thick graded layers of gravel or crushed stone varying in size from 15 centimeter at bottom to 1.25 centimeter at top. അപ്പോൾ സ്ലഡ്ജ് ഡ്രൈയിങ് ബെഡ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ ബെഡ്സ് ഓഫ് ലാൻഡ് ആണ്. അതിന്റെ ഡെപ്ത് 45 to 60 സെന്റിമീറ്റർ. ആ ബെഡിൽ കൺസിസ്റ്റ് ഓഫ് 30 to 45 centimeter thick graded layers of gravel or crushed stone. ആ ഗ്രാവലിന്റെ സൈസ് എന്ന് പറഞ്ഞത് varying from 15 centimeter at bottom to 1.25 centimeter at top. എന്ന് പറഞ്ഞാൽ ലാർജ് സൈസ് ബോട്ടത്തിൽ പ്ലേസ് ചെയ്യുക, സ്മോളർ വൺ എന്ന് പറഞ്ഞത് ടോപ്പിൽ പ്ലേസ് ചെയ്യുക. ആൻഡ് ഓവർലൈൻ ബൈ 10 to 15 centimeter thick കോഴ്സ് സാൻഡ് ലെയർ. അപ്പൊ അടിയിൽ ഗ്രാവൽ ലെയർ, അതിന്റെ മുകളില് ഒരു 10 to 15 സെന്റിമീറ്റർ തിക്കില് സാൻഡ് ലെയർ. അപ്പൊ ഇത് കൊടുത്തിട്ട് ഇതിന്റെ പുറത്താണ് സ്ലഡ്ജിനെ നമ്മൾ ലേ ചെയ്യുന്നത്. ദെൻ അപ്പൊ ലേ ചെയ്യുമ്പോൾ ഇതിനകത്തൂടെ വാട്ടർ താഴേക്ക് വരും. അപ്പൊ അതിന് കളക്ട് ചെയ്യാൻ ഓപ്പൺ ജോയിന്റഡ് അണ്ടർ ഡ്രെയിൻസ് ഓർ ഓപ്പൺ ജോയിന്റഡ് ആൻഡ് അണ്ടർ ഡ്രെയിൻ പൈപ്സ് 15 centimeter in diameter at 5 to 7 centimeter center to center spacing are laid below the gravel layer in valleys. അപ്പോൾ ആ ഓപ്പൺ ജോയിന്റഡ് അണ്ടർ ഡ്രെയിൻ പൈപ്പ് വഴി ആണ് നമ്മൾ ഇതിൽ നിന്ന് ഡ്രെയിൻ ചെയ്ത് വരുന്ന വാട്ടറിനെ കളക്ട് ചെയ്യുന്നത്. Then and this is placed at a longitudinal slope of about 1 in 100. The beds are about 15 by 30 meter in plan. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞത് 15 meter by 30 meter and are surrounded by brick walls rising about 1 meter above the sun surface. അപ്പോൾ സ്ലഡ്ജ് ഡ്രൈയിങ് ബെഡ് ഒരു റെക്ടാങ്കുലർ ടാങ്ക് ആണ്. അതിന്റെ ഏരിയ എന്ന് പറഞ്ഞത് 15 meter by 30 meter. അതിന്റെ ചുറ്റുമായിട്ട് ബ്രിക്ക് വാൾസ്, പിന്നെ സാൻഡ് സർഫസിൽ നിന്ന് ഒരു 1 meter ഹൈറ്റില് ഇത് പ്രൊവൈഡ് ചെയ്തത്. Then the sewage sludge from the digestion tank is brought and spread over the top of the drying beds
to a depth of about 20 to 30 centimeter. അപ്പോൾ ഡൈജഷൻ ടാങ്കിൽ നിന്നുള്ള സ്ലഡ്ജിനെ ഈ ഇതിലേക്ക് സ്പ്രെഡ് ചെയ്യുക ഡ്രൈയിങ് ബെഡിന്റെ ടോപ്പിലായിട്ട് 20 to 30 centimeter ഡെപ്തിൽ ത്രൂ ഡിസ്ട്രിബ്യൂഷൻ ട്രാപ്സ് and having openings of about 15 centimeter by 20 centimeter at a distances of about 2 meter. അപ്പോൾ സ്ലഡ്ജ് ഡൈജഷൻ ടാങ്കിൽ നിന്നുള്ള സ്ലഡ്ജിനെ സ്ലഡ്ജ് ഡ്രൈയിങ് ബെഡിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. ഡെപ്ത് എന്ന് പറയുന്നത് 20 to 30 centimeter ത്രൂ ഡിസ്ട്രിബ്യൂഷൻ ട്രാപ്സ്. അതിൽ ഓപ്പണിംഗ് എന്ന് പറയുന്നത് 15 centimeter by 20 centimeter at a distances of space in 2 meter. Then a portion of the moisture drains through the sand bed, through the bed, while most of it is evaporated to the atmosphere. It usually takes about 2 weeks to 2 months for drying the sludge, depending on the weather and the condition of the bed. അപ്പോൾ ഈ മോയ്സ്ചർ ബെഡിലൂടെ ഡ്രെയിൻ ചെയ്യും. പക്ഷെ കൂടുതലും ഇത് ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. ഇത് ഡ്രൈ ചെയ്യാൻ 2 weeks to 2 months സമയമെടുക്കും. പക്ഷെ അത് ഇറ്റ് മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ ദ വെദർ ആൻഡ് ദ കണ്ടീഷൻ ഓഫ് ദ ബെഡ്. The required area for sludge drying beds commonly ranges between 0.05 to 0.2 meter square per capita. And in some instances the required area is reduced by building a glass roof over the beds to give protection against rain and snow. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കണ്ടീഷനിൽ അങ്ങനെ അതിന്റെ ആവശ്യമില്ല. സാധാരണ ഓപ്പൺ ആയിട്ടാണ് ടോപ്പിൽ നമ്മളൊരു റൂഫ് കവറും ഒന്നും കൊടുക്കാറില്ല. പിന്നെ ഇതിൽ നല്ല റെയിനി സീസണിലൊക്കെ ഇത് റെയിൻ വാട്ടർ ഒന്നും ഇതിനകത്ത് എൻറ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റൂഫ് കവർ കൊടുക്കാം. Then the sludge should never be applied to a bed until the preceding dose has been removed, and hence several drying beds will generally be required with their number increasing with an increase in the number of days for which the sludge is kept on the beds. അപ്പോൾ ഒരു സ്ലഡ്ജ് ഡ്രൈയിങ് ബെഡ് അല്ല, കുറെ നമ്പർ ഓഫ് ബെഡ് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ലഡ്ജിന് ചിലപ്പോൾ ഒരു 5-6 ഉണ്ടെങ്കിൽ ആദ്യം ഒരു 4 എണ്ണത്തിലോ അല്ലെങ്കിൽ ഒരു 3 എണ്ണത്തിലോ 3 ബെഡിലോ ഒക്കെ ഇത് അപ്ലൈ ചെയ്യുക. ബാക്കി 3 റെസ്റ്റ് കൊടുക്കുക. ഇത് അപ്പോൾ അടുത്ത് വരുന്ന സ്ലഡ്ജിന് ഇത് ഡ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഇതിന് റിമൂവ് ചെയ്യുക. അതിനിടയ്ക്ക് വരുന്ന സ്ലഡ്ജിന് അടുത്തതിലോട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്യുക. നോർമലി സ്ലഡ്ജ് ഈസ് റിമൂവ്ഡ് ഫ്രം ദ ബെഡ് ആഫ്റ്റർ എ പീരീഡ് ഓഫ് അബൌട്ട് 7 to 10 days. And as within this period, about 30% of the moisture goes away and the surface of sludge gets cracked. അപ്പോൾ ഒരു 7 to 10 ദിവസം വരെ കഴിയുമ്പോൾ ഇതിനെ റിമൂവ് ചെയ്യാം. അപ്പോൾ ഇത് ഡ്രൈ ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ഒരു 30% മോയ്സ്ചർ പോവും. അപ്പോൾ അതിന്റെ സർഫസിൽ ഒരു ചെറിയ ക്രാക്ക് മാതിരി വരും. The sludge cakes are then removed by spades and they are dumped into a pit for further dry. അപ്പോൾ സ്ലഡ്ജ് ഡ്രൈയിങ് ബെഡിലിട്ട് കംപ്ലീറ്റ് ഡ്രൈ ചെയ്യുന്നില്ല, 30% മോയ്സ്ചർ കണ്ടന്റ് മാത്രമേ റെഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ബാക്കി എന്ന് പറഞ്ഞാൽ ഇതിനെ അവിടുന്ന് നമ്മൾ റിമൂവ് ചെയ്ത് ഒരു പിറ്റിലേക്ക് ഡംപ് ചെയ്യുക ഫോർ ഫർദർ ഡ്രൈ. The dried sludge is generally used as manure in our country as it contains 1.7% nitrogen, 1.5% phosphoric acid and 0.5% potash. അപ്പോൾ ഇത് മാനുവറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിനകത്ത് 1.7% നൈട്രജൻ ഉണ്ട്, 1.5% phosphoric acid and 0.5% potash. It may also be used for filling up low-lying areas. Then it may sometimes be disposed of by burning. Burning എന്ന് പറഞ്ഞാൽ വെറുതെ കത്തിക്കല്ല, burning in incinerators. എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചറിൽ ഇതിനെ ബേൺ ചെയ്യുക. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹൈ ടെമ്പറേച്ചർ ആവുമ്പോൾ ബാഡ് സ്മെല്ല് നമുക്ക് അവോയ്ഡ് ചെയ്യാം.